ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ലാബ് MLTയിലെ യൂണിറ്റ് 3യിലെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. ലിംസ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ലിംസ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണിത് നമ്മുടെ ലബോറട്ടറിയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അതായത് ഈ ഒരു ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലാബിലേക്ക് കൊണ്ടുവരുന്ന ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിളുകൾ അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജിങ് സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. From the point of its inception, the laboratory management system followed the traditional method of manual labeling and record keeping. It was followed only until the introduction of computers to healthcare solutions. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ മാനുവലായിട്ട് ലാബിൽ ചെയ്യും, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് നൂതനമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന രീതിയാണ് ഈ ലിംസ് എന്ന് പറയുന്നത്. ദ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് ഒന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ആണ് ലിംസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പുതിയ അതായത് നമുക്ക് പറയാം, നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങളല്ലേ ഇപ്പം അതിനെ കുറേ മാറ്റങ്ങൾ നമ്മൾ പുതിയ തലമുറ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലിംസിൽ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ലിംസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടുഡേ ഈസ് സോ റിലയബിൾ ദാറ്റ് വൺസ് എ ടെസ്റ്റ് സാമ്പിൾ ഈസ് കളക്റ്റഡ് ഇൻ ലാബ് ഓർ പേഷ്യൻസ് ഹൗസ്, ഇറ്റ് ഈസ് ടേക്കൺ ടു എ പത്തോളജി ലബോറട്ടറി ആൻഡ് ഗിവൺ എ ടാഗ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ലോസ് ട്രാക്ക് ഓഫ് ഇറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റെ സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലാബിൽ നമ്മൾ കളക്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നമ്മൾ കളക്ട് ചെയ്തോട്ടെ, അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് മുതൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെയുള്ള ട്രാക്കിങ് നമുക്ക് ഈ ഒരു ലിംസിൽ ഉണ്ടായിരിക്കും. ലിംസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ക്യാൻ മാനേജ് ആൻഡ് അപ്ഡേറ്റ് ദ പ്രോഗ്രസ് ഇൻ ടെസ്റ്റസ് ആൻഡ് ക്യാൻ ഓൾസോ അപ്ഡേറ്റ് ദ റിസൾട്ട് ഓഫ് ദ ടെസ്റ്റസ് ടു ദ ഡാറ്റാബേസ് ഇൻ റിയൽ ടൈം. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് വരുന്നത് അതൊക്കെ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ടു പുട്ട് ഇൻ സിമ്പിൾ വേർഡ്സ് ആണ് പറയുന്നത്. ദ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഷോർട്ട്ലി നോൺ ആസ് ലിംസ്. നമ്മുടെ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ് ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളിപ്പം നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസിൻ്റെ കയ്യിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന വരെയുള്ള ട്രാക്കിങ്ങുകൾ നമ്മുടെ ഈ ഒരു ലിംസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഒരു ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ലാബ് ഫെസിലിറ്റീസ് ആൻഡ് ദ ഡാറ്റാബേസ് where all the information and essential details are stored. അതായത് നമ്മുടെ പേഷ്യൻസിനും അതുപോലെ തന്നെ നമ്മുടെ ലാബിനും ഇടയിലുള്ള ലാബ് ഫാക്കൽറ്റീസിന് ഇടയിലുള്ള ഒരു ഇടനിലക്കാരൻ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ലിംസ് വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും പകർത്തുന്നുണ്ട്, നമ്മുടെ ലിംസ് പകർത്തുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ഓൾ ദ ടെസ്റ്റസ് കണ്ടക്റ്റഡ് അണ്ടർ എ പർട്ടിക്കുലർ ഫെസിലിറ്റി. ഇതിലെ എല്ലാ ടെസ്റ്റുകളും അതുപോലെ തന്നെ ഒരു ഫെസിലിറ്റിയിൽ അണ്ടറിൽ വരുന്ന എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ലിംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ലിംസിൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. ഈ ലിംസിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് early days the laboratory management system was an isolated of the network system, but as technology paved the way for more advanced secure network. ഇതൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ്. ആർക്കും എപ്പോഴും കയറാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല, നമ്മളതിനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ നെക്സ്റ്റ് ജെൻ ഓഫ് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്. അതായത് നമുക്ക് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് പുതിയ നൂതനമായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലിംസ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡ് അലോൺ ലിംസ് ആണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ടു ദാറ്റ് വൺ പെർട്ടിക്കുലർ ഫെസിലിറ്റി അലോൺ. അതായത് നമുക്ക് നമ്മുടെ പേഷ്യൻസിന് മാത്രമാണ്, ഇല്ലെങ്കിൽ പേഷ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ലാബ്
ലാബ് ഫാക്കൽറ്റീസും മാത്രമാണ് നമ്മുടെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകൾ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഈ ലിംസിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ലിമിറ്റേഷൻ ഇൻ ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ ഡാറ്റാബേസ് സർവീസസ്. ഡാറ്റാബേസ് സെർവേഴ്സ്, അതായത് നമ്മുടെ ഡാറ്റാബേസ് സെർവേഴ്സിന് മാത്രമാണ് ഇതിനുള്ളിലുള്ള ലിമിറ്റേഷൻസ്, കുറേ തരത്തിലുള്ള ലിമിറ്റേഷൻസ് നമ്മുടെ ഈ ഒരു ലിംസിന് ഉള്ളിൽ നടക്കുന്നുണ്ട്. ദ മെയിൻ്റനൻസ് ഓഫ് സെർവേഴ്സ് അറ്റ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇറ്റ് സെൽഫ് ഇൻവോൾവ്സ് ഡിഫിക്കൽട്ടീസ്. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇൻവോൾവ് റെഫറൽ ടു ഡിഫറെൻറ്റ് ലൊക്കേഷൻ വിൽ റിക്വയർ ക്യാരി ഓഫ് ഫിസിക്കൽ റെക്കോർഡ്സ് വിച്ച് ഈസ് ആൻ ഇൻകൺവീൻസീവ് അഗെയിൻ. അതായത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ വെച്ച് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ അതൊരു ഇൻകൺവീൻസീവ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. ത്രൂ ദ ചാൻസസ് ആർ ലെസ് ഇഫ് ദ സെർവേഴ്സ് go down, it is almost impossible to recover the data unless there is a backup which will require additional servers. അതായത് ഇപ്പോൾ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ സിൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം ആർ നോട്ട് ക്ലൗഡ് ബേസ്ഡ്, ഷെയറിംഗ് പേഷ്യൻറ്റ് റിപ്പോർട്ട്സ് വയ ആപ്പ്, SMS ഓർ ഇമെയിൽ ഈസ് റെസ്ട്രിക്റ്റഡ്. നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കയറിയാൽ തന്നെയാണ്, ഒരു ആപ്പിൽ കയറിയാൽ തന്നെയാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലാതെ വേറെ ഏതെങ്കിലും ആപ്പോ SMS ഓ ഇമെയിലോ ഒക്കെ ഇതിൽ റെസ്ട്രിക്റ്റഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് പേഷ്യൻ്റ് ആക്സസിബിലിറ്റി ആണ് പറയുന്നത്. പേഷ്യൻസിന് എത്രത്തോളം ഈ ഒരു ലിംസ് ആക്സസിബിൾ ആണ്. The laboratory management system software made the information easily accessible. The patient can easily keep track of their records. അതായത് നമ്മുടെ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആവുന്ന ഒരു കാര്യമാണ് ഈ ലിംസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ അവരുടെ ഡാറ്റാസ് അവർക്ക് കളക്ട് ചെയ്യാം. റിസൾട്ട് എന്തായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അപ്പോൾ അവരുടെ റിസൾട്ട് ആയിട്ടുണ്ടോ, റിസൾട്ട് ആവാൻ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലിംസ് വഴി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വളരെയധികം വളരെയധികം നല്ലതാണ് എന്നു പറയുന്നത്. ഈ ലിംസ് എന്ന് പറയുന്നത് അവർക്ക് ലാഭമാണ് നമ്മുടെ ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണെങ്കിലും നമ്മുടെ പേഷ്യൻസിന് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം അവർക്കിപ്പോൾ എന്തെങ്കിലും ജോലിക്കുള്ളവർക്കാണെങ്കിലും അവർക്ക് ആ ഒരു സമയത്തിനനുസരിച്ച് നമുക്കിതിൽ നോക്കിയാൽ മതി നമ്മുടെ റിസൾട്ട് ആയിട്ടുണ്ടോ ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് റിസൾട്ട് ആയിട്ടില്ല, ഓക്കെ നമുക്ക് ഇന്ന് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഈ ലിംസ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഇന്ന ദിവസം നമുക്ക് കിട്ടുമോ, ഇല്ലെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ക്യാൻസലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ഈ ഹൈ കോസ്റ്റ് സ്കാനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡേറ്റ് കിട്ടുക, ഇല്ലെങ്കിൽ സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ആ ഡോക്ടേഴ്സിന് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ, സ്റ്റോറേജ് ആൻഡ് റിട്ടൻഷൻ ആണ് പറയുന്നത്. നമ്മൾ ഡോക്യുമെൻറ്റ്സുകൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഓർഡറായിട്ട് കറക്റ്റ് ഒരു ഓർഡറിലാണ്. അതുപോലെ തന്നെ വിച്ച് അലോസ് ഇൻഫർമേഷൻ ടു ബി പ്രോംപ്റ്റ്ലി റിട്രൈവ്ഡ് ബൈ ദ ലബോറട്ടറി ഡയറക്ടർ, ദ ലബോറട്ടറി കൺസൾട്ടൻറ്റ്, ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ആക്രഡിറ്റേഷൻ ഏജൻസി സർവേയേഴ്സ് റിഫ്ലക്റ്റ് ദ ജനറൽ ഓർഗനൈസേഷൻ ഓഫ് ദ ലബോറട്ടറി. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനുകൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ലബോറട്ടറി ഡയറക്ടർ ആണെങ്കിലും ലബോറട്ടറി കൺസൾട്ടൻറ്റ്, ഇൻസ്പെക്ടേഴ്സ്, ആക്രഡിറ്റേഷൻ ഏജൻസി സർവേയേഴ്സ്, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി ചില ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്.
നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് ഈസിലി ആക്സസിബിൾ ആണ്. അപ്പോൾ അതിനെ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ക്യാൻ ഐ ഫൈൻഡ് ഇൻഫർമേഷൻ ഇഫ് ഐ ഓൺലി ഹാവ് ദ ഡേറ്റ് ഓഫ് സർവീസ്? ക്യാൻ ഐ ഫൈൻഡ് ഇൻഫർമേഷൻ ബൈ യൂസിങ് എ പേഷ്യൻ്റ് നെയിം ഓർ അതർ യൂണിക് ഐഡൻറ്റിഫയർ? Can I show that corrective actions were taken in response to a problem in the lab, for example when the chemistry analyzer is out of control? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു സർവീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ്, ഇപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്, ലിങ്ക്സ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ബി ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെൻറ്റേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ദ പ്രോപ്പർ ലെങ്ത് ഓഫ് ടൈം. അതായത് നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റേഷനുകളും അതതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ടൈമിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ ഇന്ന് കൊടുത്തന്നെ നാളെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിന് എത്ര സമയം വേണ്ടി വരുമോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻഫർമേഷൻസ് കിട്ടുന്നത്. മോസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ജനറേറ്റഡ് ഇൻ ദ ഓഫീസ് ലബോറട്ടറി മസ്റ്റ് ബി അവൈലബിൾ ഫോർ 2 years. However, some must be stored for a long time period. ചില റിസൾട്ടുകളൊക്കെ ഇപ്പോൾ നമ്മൾ പരമാവധി നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം മുന്നുള്ള റെക്കോർഡുകൾ വരെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അതിന് മുന്നുള്ള റെക്കോർഡുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കിട്ടുക എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ദീസ് ടൈം ഫ്രെയിംസ് ആർ ആപ്ലിക്കബിൾ ഈവൻ ഇഫ് യുവർ ലബോറട്ടറി ക്ലോസ് ഓർ അതർവൈസ് സീസ് ടു പെർഫോം ടെസ്റ്റിംഗ്. അതായത് നമുക്ക് ആ ഒരു ലാബിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവിടുത്തെ റിപ്പോർട്ടുകളും റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മുടെ ലിംസ് എന്ന് പറയുന്നത് എന്താണ്, ബാധ്യസ്ഥരാണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു. താങ്ക് യു.